പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവ വിളിയെക്കുറിച്ചാണ്. എന്താണ് ദൈവവിളി? നമുക്കറിയാം, അനേകം തരത്തിലുള്ള ദൈവവിളി ഉണ്ട്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ അമേരിക്കയിലുമൊക്കെ സഭകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, അതോടൊപ്പം ഇന്ന് ഭാരത ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ദൈവവിളി കുറഞ്ഞു പോകുന്നു എന്നത്. ദൈവവിളി കുറഞ്ഞു പോകുന്നു എന്നത് നമുക്കറിയാം. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ദൈവവിളി കുറഞ്ഞു പോകുന്നു. എന്താ ഈ ദൈവവിളി എന്ന് പറഞ്ഞാൽ? എങ്ങനെ ഈ ദൈവവിളി കുറഞ്ഞു പോകുന്നത്? ഞാൻ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞോളാം. അബദ്ധത്തിന് പറഞ്ഞു പോയാൽ സാധാരണയായിട്ട് ചോദ്യം ചോദിക്കാതെ എനിക്ക് ഉത്തരം വരികയില്ല. പ്രിയമുള്ളൊരു ദൈവവിളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം വിളിച്ച് ഒരു വ്യക്തിയെ പ്രചോദിപ്പിച്ച് വേർതിരിച്ചു മാറ്റി ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ദൈവവിളി. എന്താണ് ദൈവവിളി? ദൈവം വിളിച്ച് വേർതിരിച്ചു മാറ്റി ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? ദൈവവിളി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്തിരിക്കുന്നവരിൽ എത്ര പേർക്ക് ദൈവവിളിയുണ്ട്? ഉള്ളവരുന്ന് കൈപൊക്കിക്ക്. ദൈവവിളി കിട്ടിയവർ കൈപൊക്കിക്ക്. നല്ല കുറച്ച് കൈപൊക്ക്. ഇപ്പം നേഴ്സ് ആരൊക്കെയാണ് കൈപൊക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് കൈപൊക്കും. ഞാൻ BSc എഴുതി, കാരണം പഠിച്ച സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ഇപ്പോൾ ദൈവവിളി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനോ ഉണ്ടോ ഇല്ലയോ നമുക്കൊരു സംശയമാണ്. ഉള്ളവർ കൈപൊക്കിക്ക്. ഉണ്ട്. എന്താ നമ്മുടെ ദൈവവിളി? എന്താ ദൈവവിളി? എന്നാ കിട്ടിയിരിക്കുന്ന ദൈവവിളി എന്ന് പറഞ്ഞു? നേഴ്സാകാനുള്ള വിളി. ഓക്കെ, ഇരിക്കുക. കണ്ടോ, ആ സഹോദരിക്ക് ഒരു പ്രത്യേക ബോധ്യം കിട്ടിയിരിക്കുകയാണ്. എന്താണ്? ദൈവമാണ് എന്നെ വിളിച്ച് ആരാക്കിയിരിക്കുന്നത്? ഒരു നേഴ്സാക്കി. ഇനി ഏത് രാജ്യത്തേക്ക് ശുശ്രൂഷിക്കാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? അയർലൻഡിൽ ഇതാ ഒരു നേഴ്സായി ശുശ്രൂഷിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ ബോധ്യം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണെന്ത്? ദൈവവിളി. അപ്പോൾ പല ടൈപ്പ് ദൈവവിളികളുണ്ട്. പല ടൈപ്പ് ദൈവവിളികളുണ്ട്. വൈദികനാകാനുള്ള വിളിയുണ്ട്, കന്യാസ്ത്രീയാകാനുള്ള വിളിയുണ്ട്, ഏകസ്ഥരായിരിക്കാനുള്ള വിളിയുണ്ട്. ഇനി വേറെ വിളി കിട്ടിയവരുന്നുണ്ട് എന്ന് കൈവയ്ക്കുക. വേറെ മ്യൂസിക്, പിന്നെ ഒരു ദൈവവിളിയാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. മക്കളുണ്ടായാൽ മതിയോ? ചുമ്മാ മക്കളുണ്ടായത്തെ ഗതി എന്താ? നമുക്ക് യൂറോപ്യൻ കുടുംബം ഒരു ദൈവവിളിയാണ്. എന്താണ്? അപ്പോൾ കുടുംബ ജീവിതം ഒരു ദൈവ വിളിയാണ്. പ്രിയമുള്ളവർ, വിളിയില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ജനിക്കാറില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ചുമ്മാ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ചുമ്മാ തോന്നുന്നു രാവിലെ ഒരു ക്യാമറ ഉണ്ടാക്കുമോ? ഇല്ല. ഒരു ക്യാമറ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിനൊരു ഉപയോഗമുണ്ട്. അല്ലെങ്കിൽ ഉണ്ടാക്കുകയില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കത്തില്ല. ഏത് വസ്തു ഈ ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ഉപയോഗം കാണാതെ അവൻ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു നിയോഗവും ഒരു പദ്ധതിയും അവൻ്റെ പിന്നിലുണ്ട്. നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട് ഒരു നിയോഗവും ഒരു വിളിയും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് ഒരു നിയോഗം ഒരു വിളിയുണ്ട്. എങ്ങനെ ഇത് തിരിച്ചറിയുന്നത്? ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ദൈവവിളിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിക്കുന്ന സായിപ്പിനും മദാമയ്ക്ക് വിളിയില്ലെന്നാണ് അർത്ഥം? ആണോ? പിന്നെ എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യത്ത് അച്ഛനില്ലാത്തത്? എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യത്തിൽ ഇപ്പോൾ സായിപ്പന്മാർ അച്ഛന്മാരാകുന്നില്ല? പണ്ട് കാലത്ത് ഇവരെല്ലാം അച്ഛന്മാരായതുകൊണ്ടാണല്ലോ, എന്തുമാത്രം മനുഷ്യരുണ്ടായതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ദേവാലയങ്ങൾ മുട്ടിന് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെയൊക്കെ ഏതെങ്കിലും ഒരച്ഛൻ എന്ത് ചെയ്തിരുന്നു? ദൈവ ശുശ്രൂഷ നടത്തിയിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അന്നത്തെ കാലത്ത് ദൈവവിളി വളരെ കൂടുതലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദേവാലയം ദൈവം അവിടെ സ്ഥാപിച്ചെങ്കിൽ ആ ദേവാലയത്തിൽ നിൽക്കാൻ ഒരച്ഛനെ ഈ കാലഘട്ടത്തിൽ ദൈവം വിളിക്കാതിരിക്കുമോ? ചുമ്മാ ഒരു ദിവസത്തിന് ഒരു ദേവാലയം ഉണ്ടാക്കാറുണ്ടോ?
ഇല്ല, തലമുറകൾക്ക് വേണ്ടിയാണ് ദേവാലയം ഉണ്ടാക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ദൈവം അനേകം സായിപ്പന്മാരെയും മദാമ്മമാരെയും ഒക്കെ കന്യാസ്ത്രീയാകാനും വൈദികനാകാനും വിളിക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പ്രിയമുള്ളവരെ, വിളിച്ചു. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫോൺ ചെയ്യുക, ഞാനൊരു 50 പ്രാവശ്യം നിങ്ങൾക്ക് ഫോൺ ചെയ്തു. അതിനെന്ത് പേര് പറയാം? വിളി എന്ന് പറയാം. എന്താണ് വിളി? വല്ല പ്രയോജനമുണ്ടോ? റേഞ്ചില്ല, റേഞ്ച് കിട്ടുന്നില്ല. നിങ്ങളെ 50 പ്രാവശ്യം ഞാൻ വിളിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? എൻ്റെ വിളിക്ക് എന്ത് പേര് പറയാം? ജൽപ്പനം എന്ന് പറയാം. പ്രതികരണമില്ലാതെ ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ഞാൻ വെറുതെ ജൽപ്പിക്കുകയാണ്, പ്രയോജനമില്ല, റിസൾട്ട് ഇല്ല. അതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലുള്ള ദൈവത്തിൻ്റെ സ്നേഹ വിളിക്ക് ഞാൻ എന്ത് പേര് പറയണം? ജൽപ്പനം. ദൈവം വെറുതെ ഇരുന്നുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക, വാടാ വാടാ വാടാ, ഒരുത്തനും കേൾക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 50 വർഷം മുമ്പ് 100 വർഷം മുമ്പ് എങ്ങനെയാണ് ഇവിടെ ദൈവവിളി ഉണ്ടായത്? വിളിച്ച വിളിയോട് ഒരു വ്യക്തി എന്ത് ചെയ്തു? പ്രതികരിച്ചു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ദൈവവിളി എന്ന് പറയുന്നത് എന്താണ്? ദൈവം എന്നെ വിളിക്കുന്ന വിളിയോട് ഞാൻ പ്രത്യുത്തരം നൽകുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ദൈവവിളി. അപ്പോൾ ഭൂമിയിലെ ദൈവവിളി എന്താണെന്ന് മനസ്സിലായിക്കോണം. എന്താണ് ദൈവവിളി? എന്നെ ദൈവം സ്നേഹത്തോടെ വിളിക്കുന്നു. ആ വിളിയോട് ഞാൻ നടത്തുന്ന പ്രത്യുത്തരത്തിന് പറയുന്ന പേരാണ് യഥാർത്ഥ ദൈവവിളി. മനസ്സിലായോ? ആണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കുടുംബജീവിതം ഒരു ദൈവവിളിയാണെങ്കിൽ ആ കുടുംബജീവിത വിളിയോട് നിങ്ങൾ പ്രത്യുത്തരം നൽകുകയാണ്. പൗരോഹിത്യം ഒരു ദൈവവിളിയാണ്. എങ്ങനെ ഒരു വ്യക്തിക്ക് അച്ഛനാകണമെന്ന് തോന്നുന്നത്? എങ്ങനെ തോന്നുന്നു? വിളിയൊക്കെ കിട്ടി കുപ്പായൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പറയും എന്താണ്? സത്യത്തിൽ ദൈവവിളി ഉണ്ടായിരുന്നു. വിളിക്കുന്ന ആരെങ്കിലും കേട്ടോടാ നീ ഇവിടെ വാ, നിന്നെ ഞാൻ അച്ഛനാക്കാൻ പോകും. അങ്ങനെ വിളി കേട്ട ആരെങ്കിലും ഉണ്ടോ? ഒറ്റ അച്ഛന്മാർ പോലും സഭയിലില്ല. പിന്നെ എങ്ങനെ ഈ അച്ഛന്മാർക്ക് ദൈവവിളി ഉണ്ടാകും? ഞാൻ തന്നെ ഇടയ്ക്ക് സെമിനാരിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ഇരുന്ന് ചിന്തിച്ചു, ശരിക്കും ദൈവം നീ ഇങ്ങ് പോര് എന്ന് പറയുന്ന സ്വരമൊന്നും കേട്ടില്ല. ഉള്ളിൽ നിന്ന് തോന്നുകയാണ് ഈ കർത്താവിന് വേണ്ടിയൊക്കെ ഒന്ന് ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ നല്ല അച്ഛന്മാരെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു തോന്നൽ, ഇവരെ പോലെയൊക്കെ ഒരച്ഛനായ കൊള്ളാവുന്നൊരു ആഗ്രഹം. ആദ്യമായിട്ട് ഈ ദൈവവിളി എനിക്കുണ്ടായത് എങ്ങനെയാണെന്നറിയോ പ്രിയമുള്ളവരെ? ഞങ്ങൾ കുമരകംകാരാണ്. ഞങ്ങൾ പോയി മീനടത്ത് താമസിച്ചു. മീനടത്തിൻ്റെ പ്രത്യേകത പ്രിയമുള്ളവരെ, ആ പ്രദേശത്ത് ആരും പള്ളി പോകുന്നവരില്ല എന്നുള്ളതാണ്. അത് യാക്കോബക്കാരും പോകില്ല, ഓർത്തഡോക്സുകാരും പോകില്ല, ആരും പോകില്ല. ഇപ്പോഴൊക്കെയാണ് പിന്നെ പള്ളിയിലൊക്കെ പോകാനായിട്ട് ആക്റ്റീവ് കഴിയുമ്പോൾ ഷിബുവൊക്കെ മീനടത്തുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഞാൻ പോയി ഒരു മനുഷ്യൻ പോലും പള്ളിയിൽ പോകില്ല. പെരുന്നാളിനൊക്കെ മാത്രമേ പോകത്തുള്ളൂ, അതിനകത്തൊന്നും ആളുകളൊന്നും പള്ളി. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ പോയി താമസിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, 3-4 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഒരച്ഛൻ സാധാരണയായിട്ട്, ഞങ്ങൾ 3-4 കിലോമീറ്റർ നടന്നാണ് പള്ളിയിൽ പോകുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുന്നു. അപ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, തങ്കമ്മേ ഞാൻ വീട്ടിലേക്കൊന്ന് വരുന്നുണ്ടെന്ന് ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു. അമ്മ അച്ചായനെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇതാ അച്ഛൻ ഇന്ന ദിവസം വരുന്നുണ്ട്. 4 കിലോമീറ്റർ നടന്നാണ് അച്ഛൻ വരുന്നത്. പ്രിയമുള്ളവരെ, അച്ഛൻ അങ്ങനെ 4 കിലോമീറ്റർ നടന്ന് വരുന്നതുകൊണ്ട് തങ്കമ്മ ചെയ്ത പരിപാടി എന്നാണെന്നറിയോ? തങ്കമ്മയ്ക്ക് ഒരു പാത്രമുണ്ട്, ഒരു പാട്ടാണ്. എപ്പോൾ കോഴി മുട്ടയിട്ടേച്ച് കൊക്കാൻ തുടങ്ങിയാലും തങ്കമ്മ ഓടിപ്പോയി ഈ മുട്ടയെടുത്തേച്ച് ആ പാട്ടയ്ക്കകത്ത് വെച്ച് അടച്ചു വെക്കും. പിന്നെ ഈ സാധനം നമുക്കൊന്ന് പുറത്ത് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ശ്വാസമുട്ടലാന്ന് പറയണം, വലിച്ചു കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം തങ്കമ്മ കഴുകിയിട്ട് കഞ്ഞിക്കകത്തോട്ടിടും. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാട്ടിത്തരും. അല്ലെങ്കിൽ തങ്കമ്മ ചെയ്യുന്ന പരിപാടി, ഈ മുട്ട മുഴുവനും എന്ത് ചെയ്യും? മുട്ടക്കാരന് കൊടുത്തേച്ച് ചിട്ടി കൂടും. എന്നിട്ട് ചിട്ടിക്കാരന് പൈസ അടയ്ക്കുകയാണ്. അങ്ങനത്തെ രീതിയാണ് ഞങ്ങളുടെ തങ്കമ്മയുടെ. തങ്കമ്മേരാന്ന് മനസ്സിലായല്ലോ? എൻ്റെ അമ്മ അതാണ് തങ്കമ്മ. അപ്പോൾ പ്രിയമുള്ളവർ, ഈ അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രിയമുള്ളവരെ, ഒരു ദിവസം ഇത് അച്ഛൻ വരുന്നു. അച്ഛൻ വന്നപ്പോൾ തങ്കമ്മ എന്ത് ചെയ്തു? ഈ പാത്രം കൊണ്ട് തുറന്നു. അതിനകത്തിരുന്ന മുട്ട മുഴുവനും എടുത്ത് ചീനിച്ചട്ടിക്കകത്തോട്ടിട്ട് വെള്ളം തിളപ്പിച്ച് മൊത്തം പുഴുങ്ങി. എന്നിട്ടൊരു പാത്രത്തിനകത്ത് എടുത്തവിടെ വെച്ചു. എന്നിട്ട് ഇതാ മുളക് അപ്പുറത്ത് വെച്ചു. പ്രിയമുള്ളവരെ, കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇത് അച്ഛൻ വന്നു. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അപ്പം ഞങ്ങളോടൊക്കെ അമ്മ പറഞ്ഞിരിക്കുന്നത്, എന്നോട് അമ്മ പണ്ടേ പറഞ്ഞിരിക്കുന്നതാണ്,
ഞാൻ പറഞ്ഞു എനിക്കൊരു മുട്ടയും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും. പറഞ്ഞു ഒരാൾ ഒരു ദിവസം ഒരു മുട്ടയെ കഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഛർദ്ദിക്കും. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഒരെണ്ണം കഴിച്ചാൽ പിന്നെ ഛർദ്ദിക്കുമല്ലോ എന്ന് ഓർത്ത് പിന്നീട് ഒരിക്കലും കഴിക്കുക. അപ്പോഴാണ് അച്ഛൻ വന്നിരുന്നു. അച്ഛനോട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കാപ്പിയൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു മുട്ട എടുത്ത് അങ്ങോട്ട് കഴിച്ചേ. ഉടനെ അച്ഛൻ പറഞ്ഞു, തങ്കമ്മ എനിക്ക് മുട്ട ബുദ്ധിമുട്ടാണ്, തങ്കമ്മ പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കഴിക്കാമെന്ന് പറഞ്ഞു. ഒരെണ്ണം കഴിച്ചു. ഒരെണ്ണം കഴിഞ്ഞാൽ പറഞ്ഞു, അച്ഛാ 4 കിലോമീറ്റർ നടന്നു പോകേണ്ടതല്ലേ, ഒരു മുട്ടയും കൂടെ കഴിക്കാൻ പറയും. ഞാൻ നോക്കുമ്പോൾ ഒരു മുട്ടയും കൂടെ കഴിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, മുട്ട കഴിച്ചാൽ ഛർദ്ദിക്കാത്ത വിഭാഗമാണ് ആര്? അച്ഛന്മാർ. അതോടുകൂടി ഞാനും തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ഒന്ന് അച്ഛനായി കിട്ടാമെങ്കിൽ പ്രിയമുള്ളവരെ എത്ര മുട്ട വേണേലും കഴിക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ അച്ഛനായി. എൻ്റെ കൂടെ അമ്മ വന്ന് താമസിക്കുകയാണ് കുറേ നാൾ. അപ്പോഴാണ് ഒരു ദിവസം പ്രിയമുള്ളവരെ കുറേ മുട്ട പുഴുങ്ങിയത് മിച്ചം വന്നു. ഉടനെ ഞങ്ങളുടെ അമ്മ വന്നേച്ച് എന്നോട് പറഞ്ഞു, അച്ഛ ഒരു മുട്ടയും കൂടെ കഴിക്കാൻ പറയും. ഞാൻ പറഞ്ഞു, മുട്ട കഴിച്ചാൽ ഛർദ്ദിക്കത്തില്ലേ നീ? അന്നേരം പറയാം, അത് ഞാൻ പണ്ട് ചുമ്മാ പറഞ്ഞു. അന്നാ പ്രിയമുള്ളവർ ഞാൻ അറിയുന്നത് മുട്ട കഴിച്ച് ഛർദ്ദിക്കുക. അപ്പോൾ പ്രിയമുള്ളവർ ഓരോരുത്തർക്കും അന്നത്തെ കാലത്ത് എനിക്ക് കിട്ടിയ പ്രചോദനം അതായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ പിന്നീട് മുട്ട ഫ്രീ ആയിട്ട് കിട്ടാൻ തുടങ്ങിയതോടുകൂടി പിന്നെ എൻ്റെ ദൈവവിളി പോയി. അതാണ് ഇനി ഉണ്ടായ പ്രശ്നം. ഈ മുട്ട കഴിക്കാമല്ലോ എന്ന ചിന്തയിലാണ് സത്യത്തിൽ ദൈവവിളി കിട്ടിയത്. അതുകൊണ്ട് സ്ഥിരമായി മുട്ട കിട്ടാൻ തുടങ്ങിയതോടുകൂടി ദൈവവിളി ചോർന്നു പോയി. പിന്നെ കാലം കുറേ എടുത്തു ഇതൊന്ന് വീണ്ടും രൂപപ്പെടാൻ. കുറേ കാലം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ഞാനൊരാളെ പരിചയപ്പെട്ടു. അതെന്താണെന്നറിയോ? യേശു ക്രിസ്തു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം. ഞാനൊരിക്കൽ കോട്ടയം ടൗണിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ പ്രിയമുള്ളവർ ഈ അച്ഛന്മാരുടെയൊക്കെ ഒരു രാജാവൊരച്ഛനുണ്ട്, ഈ മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛൻ എന്ന് പറയും. പുള്ളിക്കാരൻ 1,00,000 പേരെ വെച്ചാണ് ധ്യാനം നടത്തുന്നു. 1,00,000. നമ്മളിപ്പോൾ കണ്ടില്ല, 150 പേരെ വെച്ചിട്ട് നടത്താൻ ഇപ്പോഴും നമുക്കായിട്ടുള്ളൂ. ഒരു ധ്യാനത്തിനൊക്കെ നിൽക്കുന്ന നാഗമ്പടം ബസ് സ്റ്റാൻഡും സ്ഥലവും മുഴുവൻ നിറഞ്ഞ ആളാണ്. ആളുകളെ കൊണ്ട് അതിലേക്ക് നടക്കാൻ മേല, സമുദ്രം പോലെ ആളാണ്. നാഗമ്പടത്തിന് 2 മൈതാനവും അപ്പുറത്തും എല്ലാം നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കോളേജിൽ പോയിട്ട് തിരിച്ച് ഉച്ചയായപ്പോൾ എന്നാൽ വീട്ടിൽ പോയേക്കാന്ന് ഓർത്ത് പോകുമ്പോഴാണ് പ്രിയമുള്ളവർ ഈ വലിയ സംഭവം. ഞാനിത് കണ്ട ഉടനെ ഈ മനുഷ്യൻ്റെ നടുക്കൂടം, ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരിക്കുന്നതിൻ്റെ നടുക്കൂടം നടന്നു പോകാനൊരു സങ്കോചം തോന്നിയതുകൊണ്ട് ഞാൻ ഇച്ചിരി മാറുന്നു. അപ്പോഴാണ് വേറൊരു കാഴ്ച കാണുന്നത്. വളരെ കൊച്ചു കുട്ടികൾ പോലും വഴി സൈഡിൽ മുട്ടുകുത്തിയെന്നുകൊണ്ട് കുമ്പസാരിക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ടെൻഷൻ പ്രായമാകുമ്പോൾ കുമ്പസാരിക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ്. കാരണം എന്താണ്? ഈ അച്ഛനോടൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുന്ന മുഴുവൻ പറഞ്ഞേച്ച് പിന്നെ നാളെ അവരുടെ മുഖത്തോട്ട് എങ്ങനെ നോക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കാറില്ലായിരുന്നു. പറയുന്നത് നല്ല പ്രായം വരെ കുമ്പസാരിക്കലേ. ഇനി അഥവാ കുമ്പസാരിച്ചാൽ തന്നെ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടി ഇരുന്ന് ആലോചിക്കും, അച്ഛനോട് നമുക്ക് എന്നാക്കെയാണ് പറയേണ്ടത്. അങ്ങനെ ആലോചിച്ചൊരു തീരുമാനത്തെടുക്കും. ഉടനെ പറയും, വേദപുസ്തകം വായിച്ചില്ലെന്ന് നമുക്ക് പറയാം. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ, അത് എഴുതിയും വേദപുസ്തകം വായിച്ചില്ല, പിന്നെ എന്നാ പറയാൻ പറ്റുന്നു. ഉടനെ അപ്പോൾ അവരും പറയും, അമ്മയായിട്ട് വഴക്ക് പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ മോശക്കാരനായിട്ട് അച്ഛൻ കണ്ടല്ലോ. നമ്മളെ ഇപ്പോൾ എന്നെയൊക്കെ ഞാനൊരു പാവം പയ്യനായിട്ടാണ് അച്ഛൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ അമ്മയോട് വഴക്ക് പിടിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ മോശക്കാരനായെങ്കിൽ ഓർത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാനത് പറയത്തില്ല. അങ്ങനെ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഈ സ്ഥലത്തൂടെ നടന്നു പോകും. പ്രിയമുള്ള അങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് ഇതാ ഈ അച്ഛൻ ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് പ്രഘോഷിക്കുകയാണ് യേശുവിനെക്കുറിച്ച്. അപ്പം ഞാനവിടെ ഇരുന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു. പണ്ടൊക്കെ കേട്ട കാര്യമൊക്കെ തന്നെ. എന്താണ്? യേശു നിൻ്റെ പാപങ്ങൾ മോചിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഇതാണ് അച്ഛൻ പറയുന്നത്. ആകപ്പാടെ നായ്ക്കമ്പറമ്പച്ചൻ 2 പ്രസംഗം അറിയാവുള്ളൂ. ഒന്നിതാണ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല. ഇത് തന്നെയാണ് എന്നും പറയുന്നത്. ഈ അടുത്ത കാലത്ത് വൈദികരുടെ ധ്യാനത്തിന് ഈ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അച്ഛൻ ഈ ഒറ്റ പ്രസംഗമാണ് എന്നും ലോകം മുഴുവൻ പ്രഘോഷിക്കുന്നത്. ഒറ്റ പ്രസംഗം തന്നെയാണ്. മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, 10,000 അച്ഛൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിൻ്റെ തകർച്ചകളെ ഓർത്ത് ദൈവം സ്തുതിക്കുക എന്ന 2 വചനം കൊണ്ട് ലോകത്തിലുള്ള അനേകം മനുഷ്യരെ പിടിച്ചളക്കാൻ ഈ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും. അദ്ദേഹത്തിന് സാധിച്ചു എൻ്റെ ഹൃദയം ഒന്ന് അളക്കാൻ. ഞാൻ ചോദിച്ചു, ദൈവം സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇരുന്ന് വൈകുന്നേരം വരെ ഇരുന്നപ്പോൾ പ്രിയമുള്ളവരെ എന്തോ മനസ്സിനൊരിളക്കം. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. നമ്മുടെ ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നു. ആ ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്നു. 1,00,000 പേര് വീട്ടിൽ പോകണമെങ്കിൽ എന്തുമാത്രം ബസ് വേണം?
അതുകൊണ്ട് അന്ന് രാത്രി 9 മണിക്കാണ് വീട്ടിൽ ചെന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക സ്നേഹം എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, ദൈവം സ്നേഹിക്കും നമ്മളെ, ദൈവം കരുതുന്നു, പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു, തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്നു. ഈ ചിന്ത എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു പ്രിയമുള്ളവരെ. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ദൈവസ്നേഹാനുഭവത്തിൽ ഇതാ ബെല്ലടിച്ചു. അമ്മ വന്ന് കതക് തുറന്നു. ഞങ്ങളുടെ അമ്മയുടെ മുഖം കണ്ടതോടുകൂടി പകുതി ദൈവസ്നേഹാനുഭവം പോയി. കതക് തുറന്നു വെച്ച് നടന്നു പോകുന്ന നോക്കി. ഞങ്ങളുടെ അമ്മയ്ക്ക് പൊക്കം കുറവാണ്ട് ഉരുണ്ടുണ്ടാവുന്നു. പോകുന്ന വഴിയിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇതാ കോട്ടയം വഴിയെല്ലാം തെണ്ടി തിരിഞ്ഞ് നടന്നേച്ച് വരിക. അതോടുകൂടി ബാക്കി ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവും പോയി. താൽക്കാലികമായി നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹാനുഭവം വിട പറഞ്ഞു. അതിനുശേഷം പ്രിയമുള്ളവരെ, ഞാനൊരു ധ്യാനം കൂടി. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഒരു ധ്യാനം കൂടി. പ്രിയമുള്ളവരെ, തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വെള്ളക്കടലാസ് പോലെ ശുദ്ധമായ മനസ്സുമായിട്ട് ഇറങ്ങി. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന് വേണ്ടിയായിരിക്കും. കാരണം യേശുക്രിസ്തുവിന് ഒരു ജീവിതം ഉണ്ടായിരുന്നുള്ളൂ, അതെനിക്ക് വേണ്ടിയായിരുന്നു. അതാണ് എന്നെ ഇവിടെ കൊണ്ടത്. യേശുക്രിസ്തുവിനും നമ്മളെപ്പോലെ ഒരു ജീവിതം ഉണ്ടായിരുന്നുള്ളൂ, അതെനിക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെയെങ്കിൽ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി. അങ്ങനെയാണ് എൻ്റെ ദൈവവിളിക്ക് പിന്നിൽ എന്താ പ്രിയമുള്ളവരുള്ളത്? യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ നടത്തിയ പ്രതിസ്നേഹമാണ് സത്യത്തിൽ ദൈവവിളി. ഞാൻ മനസ്സിലാക്കുന്ന ദൈവവിളി എന്ന് പറയുന്നത്, ഒരു വ്യക്തി ദൈവം തന്നെ സ്നേഹിക്കുന്നു, സ്നേഹിച്ചതുകൊണ്ട് തന്നെ സൃഷ്ടിച്ചു, പരിപാലിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായിട്ട് ആ തിരിച്ചറിവിൽ നിന്ന് തൻ്റെ ജീവിതം ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ദൈവവിളി. പിടികിട്ടിയോ? ദൈവവിളി എന്താന്ന്? എന്നെ എൻ്റെ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു, എനിക്ക് വേണ്ടി ഈ ഭൂമണ്ഡലം സൃഷ്ടിച്ചു, എനിക്ക് വേണ്ടി വായുമണ്ഡലം സൃഷ്ടിച്ചു. ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഞാൻ വിടുന്ന ശ്വാസത്തിന് സ്നേഹമായി ജീവന്റെ വായു എനിക്ക് തരുന്നു. എന്നോട് ദൈവം കാണിച്ച സ്നേഹം. എനിക്ക് ചവിട്ടി നിൽക്കാൻ ഒരു ഭൂമി ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. എനിക്ക് ഭക്ഷിക്കാൻ ആഹാരം ഈ ഭൂമി കൃത്യമായിട്ട് കിട്ടുന്നു. എനിക്ക് കുടിക്കാൻ ദാഹത്തിന് വെള്ളവും കിട്ടുന്നു. എൻ്റെ നിലനിൽപ്പ് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമാണ്. എന്തിനേറെ സ്വന്തം ജീവൻ. നമുക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായ എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ചിലപ്പോൾ പറയില്ലേ, കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഡോക്ടർമാർ പറയും, ഉദ്ദേശിക്കുന്ന പോലെ വളർച്ചയില്ല കേട്ടോ. ഉദ്ദേശിക്കുന്ന പോലെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും ചിലപ്പം. മക്കളില്ലാത്ത ആളുകൾക്ക് എന്ത് ദുഃഖമുണ്ടെന്നറിയാം, വളരെ വേദനകളുണ്ട്. ചിലപ്പോൾ പ്രഗ്നൻ്റായി, അവർ പറയും, ഈ പ്രാവശ്യം പ്രഗ്നൻ്റായി കേട്ടോ. പ്രിയമുള്ളവരെ, ഒരാഴ്ച കഴിയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഫാമിലി എന്നോട് വന്ന് പറഞ്ഞു, പൊട്ടിക്കരഞ്ഞവർ. എന്താ പറഞ്ഞത്? ഉദ്ദേശിച്ച പോലെ ഇല്ല. അവരാ തൂത്തൂട്ടി ചാപ്പലിൻ്റെ തൂണയിലോട്ട് കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് പറഞ്ഞു, ഉദ്ദേശിക്കുന്ന പോലെ കുഞ്ഞിന് വളർച്ചയില്ല കേട്ടോ എന്ന് പറഞ്ഞതിൻ്റെ വളർച്ചയില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വളരുന്നത് എന്തിൻ്റെ ലക്ഷണം? എന്തിൻ്റെ ലക്ഷണം? ജീവൻ്റെ ലക്ഷണം. വളരാതിരിക്കുന്നതും തളരുന്നതും അഥവാ നശിക്കുന്നതും എന്തിൻ്റെ ലക്ഷണം? ജീവനില്ലാത്തതിൻ്റെ ലക്ഷണം. നമുക്ക് പറഞ്ഞാൽ ചോദിക്കുന്നു, ഭൂമിയിൽ സൃഷ്ടിച്ച ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തു. ഇപ്പോൾ കാറ് ജീവനുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു കാറ് മേടിച്ചതിനേക്കാൾ 1/2 സെൻറ്റിമീറ്ററോ 3/4 സെൻറ്റിമീറ്ററോ വളർന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ജീവനില്ല. ഏതെങ്കിലും ഒരു കാറ് മേടിച്ചു പ്രസവിച്ച് കിടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ജീവനില്ലാത്തതുകൊണ്ടാ. മനസ്സിലായോ? ജീവനില്ലാത്തതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ജീവനുള്ളതിൻ്റെ ലക്ഷണം എന്താണ്? അത് വളരും. വളരുക മാത്രമല്ല, പുഷ്പിക്കും, കായ്ക്കും, മറ്റൊരു ജീവനെ ഈ ഭൂമിയിൽ കൊടുത്തിട്ട് പോകും. അതാണ് ജീവനുള്ളതിൻ്റെ ലക്ഷണം. ജീവനുള്ളതിൻ്റെ ലക്ഷണം അതാണ്. അത് വളരും, പുഷ്പിക്കും, കായ്ക്കും. ഒരു മാങ്ങ എടുത്ത് നോക്കി, ഒരു മാങ്ങാണ്ടി താഴോട്ട് വീണു. ജീവനുണ്ടെങ്കിൽ എന്ത് ലക്ഷണം കാണിക്കും? ഒരു വേര് താഴോട്ടിറങ്ങും, മുകളിലോട്ടും വളരും. കുറച്ചാൾ കഴിയുമ്പോൾ ജീവനുണ്ടെങ്കിലോ ഒരു പൂവ്, ഒരു കായ.
കാ പഴുത്താൽ എന്ത് സംഭവിക്കും? നേരെ താഴോട്ട് വീഴും. ആ മാവ് മറിഞ്ഞു വീണാലും ശേഷിപ്പിക്കും ഒന്നിനെ, തന്നെ പോലെയുള്ള ഒന്നിനെ. അതാ ജീവൻ്റെ ലക്ഷണം. തന്നെ പോലെയുള്ള ഒന്നിനെ ഭൂമിയിൽ അവശേഷിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ള ഒരു ജീവൻ്റെ ഉറവിടം ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തന്നെ പോലെയുള്ള ഒരുത്തനെ അവൻ അവശേഷിപ്പിക്കുന്നു. അതുകൊണ്ടാണ് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. ജീവൻ്റെ ലക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ജീവനുണ്ടെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? നമുക്ക് ജീവനുണ്ടെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും നശിക്കുകയാണ്, വളരുകയാണ്. നമ്മളെ നീന്തിച്ച് നോക്കിയാൽ, നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വലിയ കുഴപ്പമില്ലാതെ പോയതാണ് 10-30 വയസ്സ് വരെ. ഇപ്പം എന്തായി? കിഡ്നിക്ക് പ്രശ്നമായി, ഷുഗറായി, പ്രഷറായി, ക്രമേണ തട്ടിപ്പോകാൻ പോകുക. എന്തിൻ്റെ ലക്ഷണം ഇത്? തട്ടിപ്പോകാൻ പോകുന്നതിൻ്റെ ലക്ഷണം ഈ രോഗങ്ങളും പ്രയാസമൊക്കെ. എന്തെങ്കിലും അവശേഷിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോലെ ഒന്നിനെ അവശേഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക. അതാണ് ജീവൻ്റെ ലക്ഷണം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി പരിപാലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, ദൈവത്തെ പോലെ ഒന്നാകാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവവിളി നമ്മൾ ഓർത്തോണം. ദൈവം എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു എന്ന സത്യം. ഞാൻ നശിച്ചു പോയപ്പോൾ സ്വന്തം ജീവൻ കൊടുത്ത് എന്നെ വീണ്ടും അതുപോലെ ആക്കി തീർക്കാൻ കൈനീട്ടി നിൽക്കുന്ന ദൈവം, അതാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണല്ലോ കൂദാശകൾക്ക് ഇത്രയും വലിയ പ്രാധാന്യം. നമ്മൾ ഓർക്കണം, ഓരോ ഞായറാഴ്ചകളിലും ഒരു പുരോഹിതൻ ബലിപീഠത്തിലേക്ക് കയറിപ്പോകും. പണ്ട് പറഞ്ഞൊരു കാര്യം വീണ്ടും പ്രസ്താവിക്കും. എന്താ പറയുന്നത്? അച്ഛൻ പറയും, ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ശരീരമാണ്, നിങ്ങൾ തിന്നണം കേട്ടോ, നിങ്ങൾ കഴിക്കണം. എന്തിനാ? എന്നെ പോലെ ആകാൻ, നിത്യജീവൻ ഉണ്ടാകാൻ. എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരിക്കലും മരിക്കാത്തവനായി. ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താ? തലമുറകളിൽ നിലനിൽക്കും. കണ്ടോ? 2000 വർഷം മുമ്പ് ജീവിച്ച ക്രിസ്തുവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നമ്മൾ പാട്ട് പാടുന്ന ആരുടെ പേരില്ല? യേശുവിൻ്റെ പേര്. ഇവിടെ എന്തുമാത്രം മദാമ്മമാർ ചത്തുപോയി. ആരുടെയെങ്കിലും പേരിലൊരു പാട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുമാത്രം സായിപ്പ് ചത്തു. ആരുടെയെങ്കിലും കാര്യം പ്രഘോഷിക്കുന്നുണ്ടോ? എന്തിനേറെ നിങ്ങളുടെ വല്യപ്പൻ്റെ പേരനാ? അറിയാവോ? അറിയാൻ മേല. എന്തുകൊണ്ടാണ് അറിയാൻ മേലാത്തത്? പരിമല തിരുമേനി നമുക്ക് പരിചയമില്ലേ? ഇല്ലേ? പരിമല തിരുമേനിയുടെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ പറയും പരിമല തിരുമേനിയുടെ ഫോട്ടോയാണ്. എന്തിനേറെ പത്രോസിൻ്റേത് പോലത്തെ ഒരു കീയുമായിട്ട് നിൽക്കുന്നൊരു ചിത്രം. അത് പൂർണ്ണമായിട്ട് ചില പത്രോസിൻ്റേത് പോലെ ആയിരിക്കുകയല്ല ഇരിക്കുന്നത്. എന്നാൽ പോലും ഒരു കീവായിട്ടൊരു ചിത്രമൊക്കെ ആയിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ പറയും, ഈ പള്ളി ആരുടെ നാമത്തിലാ? പത്രോസിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ വല്യപ്പൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ചോദിക്കുക, ഇതാരാന്നറിയാവോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇല്ല. എന്തിൻ്റെ ലക്ഷണമാണ് ഇത്? ഒന്ന് തലമുറകളിൽ നിലനിൽക്കുന്നു, മറ്റൊന്ന് അടുത്ത തലമുറയ്ക്ക് പോലും യാതൊരു പരിചയമില്ലാതെ നശിക്കുന്നു. എന്തിൻ്റെ ലക്ഷണ? ജീവൻ്റെ കുറവാ. എന്തിൻ്റെ കുറവാ? ജീവൻ്റെ കുറവാ. അങ്ങനെയാണെങ്കിൽ ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ട് എനിക്കുണ്ടാകാനും വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അവൻ പറയുകയാണ്, എൻ്റെ ശരീരം നിങ്ങൾ കഴിക്കണം കേട്ടോ, അങ്ങനെയെങ്കിലും നീ എന്നെപ്പോലെയാക്, എൻ്റെ സുവിശേഷം നീ കേൾക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ സുവിശേഷം എൻ്റെ മനസ്സാ. യേശുവിൻ്റെ വാക്കാ സുവിശേഷം. ഒരു വാക്ക് പുറത്തു വരുന്ന എവിടുന്ന? മനസ്സിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത് ആരുടെ മനസ്സാ? ദൈവത്തിൻ്റെ മനസ്സാ. നമുക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന് മനസ്സിൽ വെച്ച് മറ്റൊന്ന് പറയാനും പെരുമാറാനും നമ്മളെ കൊണ്ട് സാധിക്കും. അത് നമ്മുടെ മലയാളികൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഉള്ളവർ വേറൊരു കമ്മ്യൂണിറ്റിക്കും ഇല്ലാത്ത ഒരു ലക്ഷണമാണ് ഒന്ന് മനസ്സിൽ വെച്ച വേറൊന്ന്. ഇപ്പം ഉദാഹരണം ചോദിക്കുക, പൈസ വല്ലതും കയ്യിലിരിപ്പുണ്ടോ? ഉടനെ നമ്മൾ പറയും ഇച്ചിരി ഒരു വലിയ, കാരണം നമുക്കറിയാം ചോദിക്കുമ്പോഴേ അറിയാം വായിപ്പിക്കാന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്
കുറച്ച് പൈസ എനിക്ക് വായ്പ തരാം. നമ്മൾ ഉണ്ടെന്നെങ്ങാനും പറഞ്ഞു, കുറച്ച് പൈസ വായ്പ തരാമോ? നമ്മളന്നേരം പറഞ്ഞു, അയ്യോ ആരോ കാര്യം പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ സായിപ്പുമാരുടെ പ്രത്യേകത എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിലൊരു പയ്യൻ, ഇവിടെ അയർലൻഡിൽ പഠിച്ചുകൊണ്ടിരുന്നൊരു നമ്മുടെ മലയാളി പയ്യൻ എൻ്റെ കൂട്ടത്തിൽ ഓസ്ട്രേലിയക്ക് പോരായിരുന്നതാണ്. അപ്പം ഞാൻ ആ ഓസ്ട്രേലിയൻ നമ്മുടെ സിറിയൻ ക്രിസ്ത്യനാണ്. ഞാൻ അവനെ വിളിച്ചു, അച്ഛൻ്റെ മകനാണ്. അപ്പോൾ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ വ്യക്തിക്കുള്ള പേപ്പറുകൾ കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് വിസയ്ക്കുള്ള പേപ്പർ. ഉടനെ പുള്ളി പറഞ്ഞു, അതിനെന്താ കുഴപ്പം, ഞാൻ കൊടുത്തേക്കാം, ഞാൻ സ്പോൺസർ ചെയ്യാം. ഉടനെ പേപ്പേഴ്സ് എല്ലാം പുള്ളി അയച്ചു. പേപ്പറെല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു പ്രതിസന്ധി. അതിനകത്തുണ്ടല്ലോ ഏത് വീട്ടിലാണ് അയാൾ താമസിക്കേണ്ടത്, അക്കോമഡേഷൻ. ഉടനെ ഞങ്ങൾക്ക് പോകേണ്ടത് വേറൊരു സ്ഥലത്താണ്. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും നമുക്ക് ചെന്നിപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ല. ഉടനെ ഇവിടെ നീ ചെറുപ്പക്കാരൻ എഴുതി, എനിക്ക് നിങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ വേണം. ഉടനെ പുള്ളി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലാണോ താങ്കൾ താമസിക്കുന്നത് ചോദിച്ചു. എങ്ങനെ താമസിക്കാൻ പറ്റും? പ്രോഗ്രാം നടക്കുന്ന സിഡ്നിയിൽ, അവർ താമസിക്കുന്ന